Welcome back to Bosco Campus Vision. This is Rani, Assistant Professor PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss a new problem. In this problem, we learned how to calculate value of closing stock, value of abnormal loss, then bad debts when there is Delcader commission. I read the question. BPL Limited consigned hundreds TV sets rupees Smiles Land Trivandrum at rupees 22,000 per set. BPL Limited paid packing and forwarding charges rupees 20,000. 10,000 TV sets were lost by theft in transit, and Smiles Land took delivery of the balance of the sets after accepting a bill for rupees 10 lakhs drawn against the consignment. The bill is met on due date. The consignee sold 70 sets at the rate of rupees 40,000, for which a commission of 4% plus 1% Delcader commission is payable. The expenses of consignee were duty and clearing charges rupees 9 lakhs, freight and loading rupees 18,000, go down rent rupees 3,000, and salesman's commission rupees 70,000. A customer who bought one TV set failed to pay amount due. He became insolvent. Prepare important ledger accounts in the books of consignor and give journal entries in the books of consignee. The consignee remitted the amount due in draft along with the account sales. Also show the calculation of abnormal loss and consigned stock. In this question, 10 TV sets were lost in transit. നമുക്കറിയാം ഗുഡ്സ് ട്രാൻസിറ്റിൽ 10 യൂണിറ്റാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ലോസ് ബൈ തെഫ്റ്റാണ്. തെഫ്റ്റ് ആകുമ്പോൾ അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? അബ്നോർമൽ ലോസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം നമ്മൾ വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസ് ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. കാൽക്കുലേഷൻ ഫസ്റ്റ് വൺ, വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് ലോസ്റ്റ് നമുക്കറിയാം. അബ്നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഏത് പ്രൈസിലേ എടുക്കാൻ പാടുള്ളൂ? കോസ്റ്റ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസും കോസ്റ്റ് പ്രൈസും തന്നിരുന്നാലും എന്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? കോസ്റ്റ് പ്രൈസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പം കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് ലോസ്റ്റ് എന്ന് പറയുന്നത് 22,000 ഇൻറ്റു 10. 22,000 ഇൻറ്റു 10 ദാറ്റ് ഈസ് 2,20,000 ആണ്. 2,20,000. Then add proportionate expenses of consignor. 20,000 into 10 by 100. That is expenses met by the consignor എന്ന് പറയുന്നത് 20,000 ആണ്. 20,000 rupees into 10 by 100 ആണ് 2,000. അങ്ങനെ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് 2,22,000. ഇവിടെ കൺസൈനിയുടെ എക്സ്പെൻസസ് എടുക്കാത്തതിൻ്റെ കാരണം ആ ഗുഡ്സിന്മേൽ, ആ നഷ്ടപ്പെട്ട ഗുഡ്സിന്മേൽ കൺസൈനി എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല. കൺസൈനി ആ ഗുഡ്സിന്മേൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം അത് കൺസൈനർ കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്ന വഴിക്ക്, ദാറ്റ് മീൻസ് ആ ട്രാൻസിറ്റിലാണ് എന്ത് നഷ്ടപ്പെടുന്നത്? ആ ഗുഡ്സ് നഷ്ടപ്പെടുന്നത്. ആ ഗുഡ്സ് അപ്പോൾ കൺസൈനിയുടെ കൈവശം എത്തിയത് എത്ര യൂണിറ്റ് മാത്രമാണ്? 90 യൂണിറ്റ്സ് മാത്രമാണ് കൺസൈനിയുടെ കയ്യിലെത്തിയത്. അതായത് 100 യൂണിറ്റ്സ് കൺസൈനർ സെൻഡ് ചെയ്തു, 10 യൂണിറ്റ്സ് ട്രാൻസിറ്റിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കൺസൈനി റിസീവ് ചെയ്ത ഗുഡ്സ് എന്ന് പറയുന്നത് ഓൺലി 90 യൂണിറ്റ്സ് മാത്രമാണ്. ഓക്കെ, നമുക്ക് അക്കൗണ്ട്സിലേക്ക് പോകാം. ഇൻ ദ ബുക്സ് ഓഫ് BPL ലിമിറ്റഡ് ആണ് കൺസൈനർ എന്ന് പറയുന്നത്. BPL ലിമിറ്റഡ് ആണ്. BPL ലിമിറ്റഡ്, ഇൻ ദ ബുക്സ് ഓഫ് BPL ലിമിറ്റഡ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇൻ ദ ബുക്സ് ഓഫ് BPL ലിമിറ്റഡ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺ. ഫസ്റ്റ് അക്കൗണ്ട് കൺസൈൻമെൻറ്റ് ടു ട്രിവാൻഡ്രം, സ്മൈൽസ് ലാൻഡ് ട്രിവാൻഡ്രം ആണ്. ഓക്കെ, അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഫസ്റ്റ് ഐറ്റം എന്തായിരിക്കും? ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതാണ്. അപ്പം BPL ലിമിറ്റഡ് കൺസൈൻഡ് 100 TV സെറ്റ്സ് ടു സ്മൈൽ ലാൻഡ് അറ്റ് ദ റേറ്റ് ഓഫ് rupees 22,000 പെർ സെറ്റ്. അപ്പം ഫസ്റ്റ് ഐറ്റം 2 ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എത്രയാണ്? 22,000 ഇൻറ്റു എത്രയാണ്? 100. 22,000 ഇൻറ്റു 100 അങ്ങനെ 22 lakhs ആണ്. ഓക്കെ, 22 lakhs. ദെൻ സെക്കൻഡ് ഐറ്റം 10 TV സെറ്റ്സ് വെയർ ലോസ്റ്റ് ബൈ ട്രാൻസിറ്റ് ആണ്. അപ്പോൾ നമ്മളത് അബ്നോർമൽ ലോസ് കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട്. അബ്നോർമൽ ലോസ് എപ്പോഴും കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിട്ടായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ അബ്നോർമൽ ലോസ് 2,22,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ടാണ് അബ്നോർമൽ ലോസ് 2,22,000. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം പിന്നെ ബില്ല് ഓപ്പൺ ചെയ്തതാണ്. ബില്ല് ഓപ്പൺ ചെയ്തത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ വരില്ല, അത് നമുക്ക് പിന്നീട് എടുക്കാം. ദെൻ കൺസൈനി സോൾഡ് 70 സെറ്റ്സ് അറ്റ് rupees 40,000 ആണ്.
എത്രയാണ്? 70 സെറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹40,000 ആണ്. അപ്പം 40,000 ഇൻറ്റു 70, 40,000 ഇൻറ്റു 70 28 lakhs ആണ്. അതാണ് ബൈ സ്മൈൽ ലാൻഡ്. നമ്മൾ സെയിൽസ് വരുമ്പോൾ എന്താ എടുക്കേണ്ടത്? ബൈ കൺസൈനി ആണ്. അപ്പോൾ കൺസൈനി ഇവിടെ സ്മൈൽസ് ലാൻഡ് ആണ്, അതുകൊണ്ട് ബൈ സ്മൈൽസ് ലാൻഡ് 28 lakhs എന്ന് എഴുതി. ഓക്കെ. ദെൻ എക്സ്പെൻസസ് മെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ആണെന്ന് നോക്കിയേ. 20,000 rupees ആര് മെറ്റ് ചെയ്തു? BPL ലിമിറ്റഡ് പിന്നെ മെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനർ ആണ്. എക്സ്പെൻസസ് മെറ്റ് ചെയ്ത കൺസൈനർ ആണെങ്കിൽ എന്തെന്നാണ് എഴുതേണ്ടത്? ടു ബാങ്ക് എന്ന് എഴുതുക. ടു ബാങ്ക് 20,000. ഓക്കെ. ദെൻ നെക്സ്റ്റ് 4% പ്ലസ് 1% ഡെൽക്കഡർ കമ്മീഷനാണ്. ഡെൽക്കഡർ കമ്മീഷൻ അങ്ങനെ ടോട്ടൽ എത്രയാണ്? 5% ആണ്. ഡെൽക്കഡർ കമ്മീഷൻ 5% ആണ്. 28 lakh ഇൻറ്റു 5/100 ആണ്. അങ്ങനെ കമ്മീഷൻ കിട്ടുന്നത് 1,40,000 ആണ്. 1,40,000. 28 lakh ഇൻറ്റു 5/100. അപ്പോൾ 1,40,000 കിട്ടും. നമ്മൾ കമ്മീഷൻ എഴുതേണ്ടത് എങ്ങനെയാണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു കൺസൈനിയാണ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്തെന്ന് കാണിക്കുക? ടു സ്മൈൽ ലാൻഡ് ടു കൺസൈനി 1,40,000 എന്ന് കാണിച്ചിരിക്കുന്നു. ഓക്കെ. ദെൻ എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനിയാണ്. എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനി കുറേ 1-2 എമൗണ്ടുകൾ പറയുന്നുണ്ട്. 9 lakh ഫ്രൈറ്റും ലോഡിങ്ങും പറയുന്നുണ്ട്. ദെൻ ഗോ ഡൗൺ റെൻറ്റ് പറയുന്നുണ്ട്. ദെൻ സെയിൽസ്മാൻ കമ്മീഷൻ പറയുന്നുണ്ട്. ഇത്ര എക്സ്പെൻസസ് ആണ് പറയുന്നത്. അതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 9,91,000 ഉണ്ട്. 9 lakh പ്ലസ് 18,000 പ്ലസ് 3,000 പ്ലസ് 70,000. 9 lakh പ്ലസ് 18,000 പ്ലസ് 3,000 പ്ലസ് 70,000. ഇത്രയും എമൗണ്ടുകൾ ആര് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? കൺസൈനി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ടോട്ടൽ ചെയ്തതാണ് 9,91,000. ഓക്കെ അല്ലേ? അപ്പം ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് എഴുതി, എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനർ എഴുതി, എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനി എഴുതി, കമ്മീഷൻ ഓൺ കൺസൈനി ഇത്രയും ഡെബിറ്റ് സൈഡിൽ. ദെൻ സെയിൽ പ്രൊസീഡാണ്. ബൈ കൺസൈനി എന്ന് എഴുതുന്നതിന് പകരം ബൈ സ്മൈൽസ് ലാൻഡ് എന്ന് എഴുതുന്നു. അബ്നോർമൽ ലോസും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ടാണ് 2,22,000. ദെൻ 6,48,000. ഓക്കെ. ഇത്രയും മാത്രമേ ഏത് അക്കൗണ്ടിൽ വരുന്നുള്ളൂ? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ വരുന്നുള്ളൂ. ഇനി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ടോട്ടൽ 36,70,000 ആണ്. 2 സൈഡിലും എഴുതി 36,70,000. അക്കൗണ്ട് ബാലൻസ് 3,19,000. ഡെബിറ്റിലാണ് കുറവ്, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ആ ഡിഫറൻസിൻ്റെ നേർക്ക് നമ്മൾ എന്തെന്ന് എഴുതുക? P&L അക്കൗണ്ട് എന്ന് എഴുതുക. അതിൻ്റെ നേർക്ക് എന്തെന്ന് എഴുതുക? P&L അക്കൗണ്ട് എന്ന് എഴുതുക. 3,19,000. ഓക്കെ. അപ്പോൾ എന്ത് അക്കൗണ്ട് കഴിഞ്ഞു? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ആരുടെ അക്കൗണ്ടാണ്? കൺസൈനിയുടെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ കൺസൈനി ആരാണ്? സ്മൈൽസ് ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് അക്കൗണ്ട് സ്മൈൽസ് ലാൻഡ് അക്കൗണ്ടാണ്. ഓക്കെ. അപ്പം അവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ബിൽ എമൗണ്ട് ആണ്. ദാറ്റ് മീൻസ് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്. ഇവിടെ ബില്ല് ആയതുകൊണ്ട് തന്നെ 10 lakh rupeesൻ്റെ ബില്ലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഐറ്റം എന്തെന്ന് എഴുതുക? ബൈ ബിൽസ് റിസീവബിൾ 10 lakhs എന്ന് എഴുതുക. അഡ്വാൻസ് റിസീവ് ചെയ്തത് ബില്ലാണെങ്കിൽ ബിൽസ് റിസീവബിൾ എഴുതുക. ചെക്ക് ആണെങ്കിൽ ബൈ ബാങ്ക് എന്ന് എഴുതുക. ക്യാഷ് ആണെങ്കിൽ ബൈ ക്യാഷ് എന്ന് എഴുതുക. ഇവിടെ ബില്ലായതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? ബൈ ബിൽസ് റിസീവബിൾ 10 lakh എന്ന് എഴുതി. പിന്നെ നമ്മുടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഐറ്റംസാണ് ബാക്കി 3 ഐറ്റം എന്ന് പറയുന്നത്. എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനി വരുമ്പം ബൈ കൺസൈൻമെൻറ്റ് എന്ന് എഴുതുന്നു 9,91,000. കമ്മീഷൻ ഓൺ കൺസൈനി എഴുതുമ്പം ബൈ കൺസൈൻമെൻറ്റ് എഴുതുന്നു 1,40,000. ദെൻ അടുത്തത് സെയിൽസ് ആണ്. സ്മൈൽസ് ലാൻഡ് എന്ന് നമ്മുടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എഴുതിയേക്കുന്നതാണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അത് തന്നെയാണ്, ആ എൻട്രി തന്നെയാണ്. ടു കൺസൈൻമെൻറ്റ് എന്ന് എഴുതുന്നു 28 lakhs എഴുതുന്നു. ഒക്കെ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ 28 lakhs ആണ്. 2 സൈഡിൽ എഴുതുന്നു. നമ്മുടെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കുറവാണ്, കാരണം ഇത്ര എമൗണ്ട് ആർക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്? കൺസൈനർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൺസൈനർക്ക് തരേണ്ടതായിട്ടുള്ള എമൗണ്ടാണ്. അവിടെ നമ്മൾ പറയുന്നു ഡ്രാഫ്റ്റ് കൊടുത്തു വിടുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് സെയിലിനോടൊപ്പം ഡ്രാഫ്റ്റും പേ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബൈ ബാങ്ക് എന്ന് എഴുതുന്നു. ഓക്കെ. കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുള്ളൂ. ഇവിടെ ഡ്രാഫ്റ്റ് അതിനോടൊപ്പം കൊടുക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ബൈ ബാങ്ക് എന്നെഴുതിയ. ക്യാഷായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ബൈ ക്യാഷ് എന്ന് എഴുതും. 6,69,000 6,69,000. ഈ 2 അക്കൗണ്ടും ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി പ്രിപ്പയർ ചെയ്യേണ്ടുന്നത് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനിയാണ്. ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി എന്ന് പറയുമ്പം ഇൻ ദ ബുക്സ് ഓഫ് സ്മൈൽസ് ലാൻഡ് ആണ്. നമ്മൾ ട്രിവാൻഡ്രം സ്മൈൽസ് ലാൻഡ് ട്രിവാൻഡ്രം ആണ്. സ്മൈൽസ് ലാൻഡ് ട്രിവാൻഡ്രത്തിൻ്റെ ബുക്കിൽ നമ്മൾ ആരുടെ അക്കൗണ്ടാണോ ഓപ്പൺ ചെയ്യുന്നത്? കൺസൈനറുടെ അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. കൺസൈനർ എന്ന് പറയുന്നത് BPL ലിമിറ്റഡ് ആണ്.
ഓക്കെ. അപ്പം ആ അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ് നമ്മളിവിടെ ജേണൽ എൻട്രി ആയിട്ട് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഗീവ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. എന്തിലേക്ക് പോകുന്നു? ജേണൽ എൻട്രിയിലേക്ക് പോകുന്നു. ഫസ്റ്റ് ജേണൽ എൻട്രി എന്താണ്? BPL ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് ആണ്. ദാറ്റ് മീൻസ് കൺസൈനർ അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. ദാറ്റ് മീൻസ് എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനിയാണ്. കൺസൈനി എമൗണ്ട് 9,91,000 റുപ്പീസ് കൺസൈനി സ്പെൻഡ് ചെയ്താലും അത് ആരുടെ എക്സ്പെൻസാണ്? കൺസൈനറുടെ എക്സ്പെൻസാണ്. അത് കൺസൈനർ ചിലവാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് എൻട്രി ഇങ്ങനെ വരുന്നത്. BPL ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് 9,91,000 being the expenses met for the consignor. Okay. Then second entry സെയിലാണ്. സെയിൽസ് എമൗണ്ട് നമുക്ക് ക്യാഷ് സെയിൽസ് ആകാം, ക്രെഡിറ്റ് സെയിൽസ് ആകാം. ക്യാഷ് സെയിൽസ് ഇവിടെ ക്രെഡിറ്റിൻ്റെ കാര്യമൊന്നും എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് സെയിൽസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു BPL ലിമിറ്റഡ് ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു BPL ലിമിറ്റഡ് എത്ര രൂപയുടെ സെയിൽസാണ്? 28 lakhs സെയിൽസാണ് നടന്നത്. ഓക്കെ. അപ്പം അടുത്ത ഐറ്റം കമ്മീഷനാണ്. കൺസൈനിയുടെ കമ്മീഷനാണ്. കൺസൈനിയുടെ കമ്മീഷനാണെങ്കിൽ അത് കൺസൈനറുടെ എക്സ്പെൻസാണ്. അതുകൊണ്ട് തന്നെ BPL ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റഡ് ടു കമ്മീഷൻ. BPL ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റഡ് ടു കമ്മീഷൻ 1,40,000. ദെൻ ഇവിടെ ഒരു ബാഡ് ഡെറ്റ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഡെൽക്കഡർ കമ്മീഷൻ കൊടുത്തതാണ് അല്ലേ? ഡെൽക്കഡർ കമ്മീഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതൊരിക്കലും ആരുടെ ലോസ് ആകില്ല? കൺസൈനറുടെ ലോസ് ആകില്ല. ആ നഷ്ടം ആര് സഹിക്കേണ്ടി വരും? കൺസൈനി സഹിക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? 1% ഡെൽക്കഡർ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് കൺസൈനറുടെ ബുക്കിൽ വരില്ല. ബാഡ് ഡെറ്റ്സ് അതുകൊണ്ട് ആരുടെ ബുക്കിൽ വരില്ല? കൺസൈനറുടെ. നമ്മുടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ബാഡ് ഡെറ്റ്സ് നമ്മൾ കാണിച്ചില്ലല്ലോ. അത് ഡെൽക്കഡർ കമ്മീഷൻ കൊടുത്തത് കൊണ്ടാണ് അവിടെ കാണിക്കാഞ്ഞത്. ഓക്കെ. അപ്പോൾ ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ് ഇത് രണ്ടുപേരുടെയും അക്കൗണ്ടിൽ അഫക്റ്റ് ചെയ്യില്ല. ഇങ്ങനെ ഒരു എൻട്രി ഡ്രാഫ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. കൺസൈനറുടെ ബുക്കിലും വരില്ല, കൺസൈനിയുടെ ബുക്കിലും വരില്ല. ഇങ്ങനെ ഒരു എൻട്രി മാത്രം ആരുടെ ബുക്കിൽ കാണിക്കും? കൺസൈനിയുടെ ബുക്കിൽ കാണിക്കും. ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ്. ഓക്കെ. 40,000 2 TV സെറ്റ്സ് വാങ്ങിയ വ്യക്തിയാണ് ഇൻസോൾവെൻ്റ് ആയത്. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ഫൈനൽ സെറ്റിൽമെൻ്റ് ആണ്. അക്കൗണ്ട് നമ്മൾ അക്കൗണ്ട് സെയിലിനോടൊപ്പം ഡ്രാഫ്റ്റ് ബാലൻസ് എമൗണ്ടിന് ഡ്രാഫ്റ്റ് കൊടുത്തു എന്ന് പറയുന്നു. അതാണ് എൻട്രി. BPL ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. BPL ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് ആണ്. എമൗണ്ട് 6,69,000 6,69,000 റുപ്പീസാണ് ആർക്കിനി കൊടുത്തത്? കൺസൈനർക്ക് കൊടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? കൺസൈനിയുടെ ബുക്കിലെ ജേർണൽ എൻട്രീസ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ നന്നായിട്ട് ഈ വീഡിയോസ് വാച്ച് ചെയ്യുക. അതിൽ മിസ്സ് എന്തൊക്കെയാണോ ആ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ ഒരു അവിടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ പ്രോബ്ലം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആദ്യം തന്നെ എഴുതിയെടുക്കുക. ദെൻ അസൈൻമെൻ്റ് ആയിട്ട് മിസ്സ് ഒരു ക്വസ്റ്റ്യൻ കൂടി തരുന്നുണ്ട്. അതിന് വർക്കൗട്ട് ചെയ്തിട്ട് മിസ്സിന് ഫോട്ടോ ഇടുക. ഓക്കെ.